ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് സുർബിയാൻ ബിരിയാണിയാണ്. ചിക്കൻ വെച്ചിട്ടുള്ള സുർബിയാൻ ബിരിയാണി നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ബീഫ് സുർബിയാൻ ബിരിയാണി തയ്യാറാക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ബീഫ് സുർബിയാൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലും നെയ്യും ഒക്കെ കൂടിയിട്ടുള്ള ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ബീഫ് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള മല്ലിയും 3/4 ടേബിൾ സ്പൂൺ തന്നെ മുഴുവനെയുള്ള കുരുമുളകും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 പച്ചമുളകും 1 മുഴുവൻ വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ പീസ് കൂടെ ഇട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കാം. ഇപ്പം ഇത് നല്ലോണം പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമ്മുടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ അറബിക് മസാലയും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 3 ഏലക്കായയും 2-3 പീസ് പട്ടയും 3-4 ഗ്രാമ്പുവും 2 ബേ ലീഫും 1/4 കപ്പ് തൈരും ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 6-7 വിസിൽ വരെ വേവിച്ചെടുക്കാം. ആ ഒരു സമയത്ത് ഞാനിവിടെ 4 മീഡിയം സൈസ് സവാള നല്ലോണം കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കുറച്ച് കുറച്ചായിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ സവാള 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സവാള നല്ലോണം ഗോൾഡൻ കളറാവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സവാള നല്ലോണം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിൽ നിന്നും ഈ സവാള കോരി മാറ്റാം. മുഴുവൻ സവാളയും എണ്ണയിൽ നിന്നും കോരി മാറ്റിയ ശേഷം ബാക്കിയുള്ള സവാള കൂടി ഇതുപോലെ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ സവാളയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കണം. ഈ ബാക്കിയുള്ള ഓയിലിലാണ് നമ്മൾ റൈസ് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഉണ്ടാവും. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് അതിലേക്ക് മുഴുവനുള്ള ഗരം മസാലയും 1 ടീസ്പൂണ് നല്ല ജീരകവും കൂടി ചേർത്ത് ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം തിളക്കാൻ വേണ്ടി പാത്രം അടച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫിന് 7 വിസിൽ വന്നതിന് ശേഷം ഞാനിവിടെ കുക്കർ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ഉരുളക്കിഴങ്ങ് കൂടി ഞാനിവിടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ അറബിക് റൈസുകളിലൊക്കെ ഉരുളക്കിഴങ്ങ് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കിയ ശേഷം കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ അടിച്ചെടുക്കാം.
ഈ ഉരുളക്കിഴങ്ങ് ഇതിൽ കിടന്ന് അങ്ങ് വെന്തടിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു വിസിൽ മാത്രം അടിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ തിളക്കാനായി വെച്ചിട്ടുള്ള വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 4 കപ്പ് സെല്ല ബസ്മതി റൈസ് നല്ലോണം വാഷ് ചെയ്ത ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് അതിന്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ പാത്രം അടച്ചു വെച്ച് വെള്ളം നന്നായിട്ട് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒന്നുകൂടി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കുക്കറിന് ഒരു വിസിൽ വന്ന് ഞാൻ അതിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ കുക്കറിന്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1/2 കപ്പോളം മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത ശേഷം ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഈ മസാല നമുക്കവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പാത്രം അടച്ചു വെച്ച് ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുത്ത് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ പാത്രം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ഒരു സമയത്ത് നമ്മുടെ റൈസ് 90% വേവായാൽ മതി. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഇനി മസാലയുടെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഈ റൈസ് ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ റൈസിന്റെ സെൻട്രലായിട്ട് ഒരു പഴയ സ്റ്റീലിന്റെ ബൗളിൽ ചിരട്ട കത്തിച്ച് അതിന്റെ കനൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് കത്തിച്ച് വെച്ച് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചാർക്കോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ചിരട്ട കത്തിച്ച് വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ ബൗളിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം പാത്രം അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഈ ഒരു പാത്രത്തിന്റെ ലിഡിന് ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഹോൾസ് അടച്ചു കൊടുത്തിട്ടുണ്ട്. പുക ഒട്ടും പുറത്തു പോകാൻ പാടില്ല. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രം തുറന്ന് കരിയൊക്കെ മാറ്റി ഈ റൈസും മസാലയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ അറബിക് റൈസുകളിലൊക്കെ മസാല കുറവായിരിക്കുമല്ലോ, പക്ഷെ ഈ ഒരു റൈസിൽ നല്ല മസാലയൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ബീഫ് സുർബിയാൻ തയ്യാറാക്കി നോക്കൂ കേട്ടോ. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ ഒരു സുർബിയാൻ ബിരിയാണിയുടെ കളറൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഇനി നമുക്ക് ഈ ബിരിയാണി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഈ ഒരു സുർബിയാൻ ബിരിയാണി നല്ല മസാലയിലൊക്കെ പൊതിഞ്ഞ് നല്ല ഫ്ലേവർ ഉള്ള ഒരു റൈസ് കൂടിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.